ഹലോ ഡി സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വെജിറ്റബിൾ പ്രിൻറ്റിങ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോസ് ആണ്. നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ട് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിന് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊട്ടറ്റോസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാരറ്റ്, പപ്പായ എന്നിവയൊക്കെ വെച്ചിട്ട് ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെജിറ്റബിൾസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് പ്രിൻറ്റിങ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഞാനിവിടെ പൊട്ടറ്റോസ് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ കളേഴ്സാണ് കേട്ടോ, അക്രിലിക് കളേഴ്സ്, അതായത് ഫാബ്രിക് കളേഴ്സാണ് കേട്ടോ. ഫാബ്രിക് കളേഴ്സ് ഇതുപോലെ ബോക്സിൽ കിട്ടുന്ന ഫാബ്രിക് കളേഴ്സ്. അതേപോലെ തന്നെ ഇതുപോലെ സ്പോഞ്ച് കേട്ടോ. ഇത് നമ്മുടെ മൊബൈൽ കവറിൻ്റെ സ്പോഞ്ചാണ്. അവൻ്റെ അടുത്ത് ഇതേ ഉള്ളായിരുന്നു, അപ്പോൾ ഞാനിതെടുത്തു. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 2 ബ്രഷാണ്. ഒരു പോയിൻറ്റ് ബ്രഷും അത്യാവശ്യം കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് കേട്ടോ. ഇത് രണ്ടും റൗണ്ട് ബ്രഷാണ്. ഇത് നമ്മളിതുപോലെ സാധാരണ യൂസ് ചെയ്യുന്നൊരു കത്തിയാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെർമോകോളറിൻ്റെ നൈഫ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേണ്ടത്, ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് അലൂമിനിയത്തിൻ്റെ ചെറിയൊരു ടൂളാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ ജസ്റ്റ് ഈ ഒരു ഭാഗം മടക്കിയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് ഈ ഭാഗത്ത് സി ഷേപ്പും ഇവിടെ ഷാർപ്പ് എഡ്ജുള്ള ഒരു ചെറിയൊരു ടൂൾ കേട്ടോ. അപ്പോൾ നമുക്ക് വുഡൻ ബ്ലോക്കുകളും മറ്റൊന്നും വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാണിച്ചു തരാം. ഈ ഒരു അറ്റത്ത് സി ഷേപ്പും ഈ ഒരു ഭാഗത്ത് നല്ല ഷാർപ്പായിട്ടുള്ളൊരു ഷേപ്പാണ് ഇതിനുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള കട്ടറുകൾ കിട്ടും കേട്ടോ. ഇത് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് അലൗഡ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഷേപ്സിൽ നമ്മുടെ കട്ടേഴ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്താണ്. നമ്മൾ ക്ലോത്തിലാണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലോത്തിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ വിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ന്യൂസ് പേപ്പറോ മറ്റോ വിരിച്ചിട്ട്, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ആ ഭാഗത്തെല്ലാം കളറ് പറ്റി പിടിച്ചെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് താത്തി കൊടുത്താൽ മതി, ഒരുപാട് താന്നു പോകണ്ട. ഇതുപോലെ ചെറിയൊരു പീസ് അതിൽ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കുക കേട്ടോ. അതിനെ വീണ്ടും ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയൊരു പീസ് ഒഴിവാക്കുക. അതിനെ വീണ്ടും ക്രോസ് ചെയ്ത് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുക. ഈ ലൈൻ ഒരുപാട് താത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്സ് കിട്ടാൻ വേണ്ടത്ര താത്തി കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് താത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സൈഡിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ തെർമോകോളർ കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് പലരും ചെയ്ത് കാണാറുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വിചാരിച്ചും അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതൊന്ന് ചെയ്താൽ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ കിട്ടുന്ന പല മെറ്റീരിയൽസ് കൊണ്ടും നമുക്ക് പല ക്രിയേറ്റിവിറ്റിയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മൂർച്ചയുള്ള നൈഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ചെത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് താത്തിയിട്ട് ലൈന് വരച്ച് കൊടുക്കരുത് കേട്ടോ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന്. അപ്പോൾ നമുക്ക് നേരത്തെ ഷേപ്പ് ഇട്ടതൊക്കെ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാരറ്റിലും പപ്പായയിലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തത് നമ്മൾ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇതിലും ഈസി ആയിട്ട് നമുക്ക്
ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള അലൂമിനിയം ടൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. സി ഷേപ്പുള്ള ആ ഒരു ഭാഗമല്ലേ ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ചെറുതായിട്ട് അമർത്തിയാൽ മതി, ഒരുപാട് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് മറ്റതിനേക്കാൾ വളരെ ഈസിയാണത് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിൽ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഇതിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് രണ്ടാമതൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ടൂളിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ടൂൾ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ സെൻട്രലായിട്ടൊരു ഹോള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടിലും പൊട്ടറ്റോസൊക്കെ വാട്ടറി കണ്ടൻറ്റ് കൂടുതലുള്ള സംഭവമായതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റ് ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്യണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. നന്നായിട്ട് ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ലീഫാണ്. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതും നൈഫ് യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടെ ലൈൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ കേട്ടോ. ഈ ടൂൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇതും നമ്മൾ ഒന്ന് ഇതിൻ്റെ എന്താ പറയുക ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം നൊപ്പിയെടുക്കുക. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കട്ടറാണ്. ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ആ ഒരു ഷേപ്പിലുള്ള ഒരു വെജിറ്റബിൾ ബ്ലോക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പ്രിൻറ്റിൽ അങ്ങനെ ഒരു ഡിസൈന് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോട്ടീഫ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതായത് കുറച്ച് വലിയ പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാം. കാരണം ഈ ഒരു മോട്ടീഫ് എന്ന് വെച്ചാൽ നമ്മൾ ബോർഡർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ 4 മോട്ടീഫ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മോട്ടീഫിൻ്റെ ഇവിടെ നമുക്ക് ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്കിത് കളർ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇതിലെ വെറ്റ് കണ്ടൻ്റ് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നിങ്ങൾ കൂടെ കരുതുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. ഈ സ്പോഞ്ചിലേക്കാണ് നമ്മൾ കളറ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നേരിട്ട് കൊണ്ടുപോയിട്ട് ഈ ബ്ലോക്കിലേക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം കളർ കുറച്ച് ഓവറായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ സ്പോഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റിൽ നമുക്കത് കളറ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളിത് കളറ് കംപ്ലീറ്റ് ചെയ്യുക, പ്രിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ബ്ലൂ എടുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കളറ് പ്രിൻ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ അതിൽ വെള്ളം യൂസ് ചെയ്യാതെ കേട്ടോ. ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, കളർ പെട്ടെന്ന് തീർന്നു പോകുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷനിൽ വെള്ളം മിക്സ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ആ കളറ് അതേ ഇതിൽ തന്നെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. കളർ നമ്മൾ നേരെ ബോട്ടിൽ നിന്ന് നേരെ ഈ ഒരു സ്പോഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ലീഫിന് ഡബിൾ ടോണാണ് ചെയ്യുന്നത്.
യെല്ലോ വിത്ത് സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ടോൺ മതി എന്നുണ്ടെങ്കിൽ സാപ്പ് ഗ്രീൻ മാത്രം യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഡിസൈൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാറ്റേൺ കൂടി, അതായത് വേറൊരു മോട്ടീഫ് കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് ചെയ്യാണ് കേട്ടോ. ആ ഫ്ലവറിൽ നമ്മൾ യെല്ലോ വിത്ത് റെഡാണ് മിക്സ് ചെയ്യുന്നത്, അതായത് ഡബിൾ ടോണിലാണ് നമ്മൾ ഈ പ്രിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ ഒരു ഭാഗം പ്രിൻ്റ് ആയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുന്നിടത്തുള്ള മിസ്റ്റേക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പ്രസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ക്ലോത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ലീഫ് തന്നെയാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റൈലിൽ ലീഫൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള, അതായത് പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോയിൻ്റ് ബ്രഷാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യുക, റൗണ്ട് ബ്രഷ് കേട്ടോ. ബ്രഷ് നിങ്ങൾ എപ്പോഴും നല്ല ബ്രഷ് നോക്കിയിട്ട് വാങ്ങുക. ബ്രഷും കളറും നല്ലതല്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല രീതിക്ക് നിങ്ങൾ ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഇനാബിൾ ചെയ്ത് വെക്കാനും വിട്ടുപോയത് കേട്ടോ. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.